നമസ്കാരം. ഞാൻ ഡോക്ടർ ഷഫീഖ് ഷംസുദ്ദീൻ, പെരിന്തൽമണ്ണ മൗലാന ഹോസ്പിറ്റലിലെ ക്യാൻസർ സർജനും ബ്രസ്റ്റ് ഓങ്കോപ്ലാസ്റ്റിക് സർജനുമാണ്. ഇന്ന് നിങ്ങളുടെ മുന്നിൽ ഞാൻ ഇരിക്കുന്നത് സ്തനത്തിലുണ്ടാകുന്ന മുഴകൾ, സ്തനാർബുദം ഉൾപ്പെടെയുള്ള മുഴകളിലെ കാതലായ ഒരു വിഷയം സംസാരിക്കാനായിട്ടാണ്. പലപ്പോഴും ചികിത്സയ്ക്കായി എൻ്റെ അടുത്ത് എത്തുന്ന രോഗികളിൽ നല്ലൊരു ശതമാനം പേരും രോഗനിർണയത്തിനായി സ്തനങ്ങളിലുള്ള ഉണ്ടായിരിക്കുന്ന മുഴകൾ നീക്കം ചെയ്തതിന് ശേഷമാണ് എത്തിപ്പെടാറ്. എന്നാൽ ശരിയായ രോഗനിർണയം അതിൻ്റെ ഭാഗമായി സ്തനത്തിലെ മുഴ നീക്കം ചെയ്യാൻ പാടുണ്ടോ? അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം. നമുക്ക് സ്തനാർബുദത്തിൻ്റെ രോഗനിർണയം കൃത്യമായി സാധിക്കണമെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ട്രിപ്പിൾ ടെസ്റ്റ് എന്ന് പറയുന്ന ഒരു രോഗനിർണയ ഉപാധികളുടെ ഒരു ക്രമമുണ്ട്. എന്താണ് ഈ ട്രിപ്പിൾ ടെസ്റ്റ്? ട്രിപ്പിൾ ടെസ്റ്റ് എന്ന് പറയുന്നത് 3 ഘടകങ്ങൾ, പേര് സൂചിപ്പിക്കുന്നത് പോലെ 3 ഘടകങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി ക്രമമായി വരുന്നതിനാണ് ട്രിപ്പിൾ ടെസ്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. അതിലെ ആദ്യത്തേത് രോഗിയുടെ അസുഖ വിവരങ്ങൾ, അതായത് മുഴയായിട്ടാണ് രോഗി വരുന്നതെങ്കിൽ അല്ലെങ്കിൽ കല്ലിപ്പോ തടിപ്പോ ആയിട്ടാണ് വരുന്നതെങ്കിൽ എത്ര നാളായി അത് കണ്ടിട്ട്, അത് പുരോഗമിക്കുന്നുണ്ടോ, വലിപ്പം വലുതാകുന്നുണ്ടോ, അതിൽ വേദനയുണ്ടോ, തൊലിപ്പുറത്ത് വ്യതിയാനങ്ങളുണ്ടോ, മറ്റ് ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ എന്ന് സംശയിക്കാവുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയുണ്ട് എന്ന് ചോദിച്ച് മനസ്സിലാക്കുക. അതോടൊപ്പം തന്നെ അവരുടെ മറ്റ് രോഗവിവരങ്ങൾ, അവർക്ക് പാരമ്പര്യമായി രക്തബന്ധമുള്ള ആർക്കെങ്കിലും ക്യാൻസർ ഉണ്ടോ എന്ന് മനസ്സിലാക്കുക. അതേപോലെ സ്തനാർബുദത്തിന് അപകട സാധ്യത ഘടകങ്ങളായി വരാവുന്ന കാര്യങ്ങൾ എന്തെങ്കിലും അവരുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് ചോദിച്ച് മനസ്സിലാക്കുക. ഇതാണ് ആദ്യത്തെ ഭാഗം. ഇതിന് ഹിസ്റ്ററി ടേക്കിംഗ് എന്ന് പറയും. ഇതോടൊപ്പം രോഗിയുടെ വിശദമായ ശരീരപരിശോധന, സ്തനങ്ങളുടെ പരിശോധന, കക്ഷങ്ങളുടെ കഴുത്തിൻ്റെ ഭാഗത്തെ ഒക്കെയുള്ള പരിശോധനയുണ്ട്. അതിനെ ക്ലിനിക്കൽ എക്സാമിനേഷൻ എന്ന് പറയും. അപ്പോൾ ഇത്തരത്തിലുള്ള വിശദമായ ഒരു ഹിസ്റ്ററി എടുക്കുക, അതോടൊപ്പം ക്ലിനിക്കൽ എക്സാമിനേഷൻ ചെയ്യുക എന്നുള്ളതാണ് ട്രിപ്പിൾ ടെസ്റ്റിലെ ആദ്യത്തെ പടി. ഇതിന് ശേഷം രണ്ടാമത്തെ പടിയായി വരുന്നതാണ് സ്തനങ്ങളുടെ സ്കാനിങ്. സ്തനങ്ങളുടെ സ്കാനിങ്ങിനെ കുറിച്ച് പറയുമ്പോൾ സർവ്വസാധാരണമായി ചെയ്യപ്പെടുന്ന ഒരു ടെസ്റ്റ് എന്ന് പറയുന്നത് അൾട്രാസൗണ്ട് സ്കാനാണ്. എന്നിരുന്നാൽ സ്തനാർബുദം രോഗനിർണയം ചെയ്യുന്നതിൻ്റെ ഭാഗമായി അൾട്രാസൗണ്ടിനോളം തന്നെ ഒരുപക്ഷെ അതിനേക്കാൾ ഏറെ പ്രാധാന്യം വരുന്ന ഒരു ടെസ്റ്റാണ് മാമോഗ്രാം എന്ന് പറയുന്നത്. എന്താണ് മാമോഗ്രാം? മാമോഗ്രാം എന്ന് പറയുന്നത് വളരെ ലോ ഡോസിൽ എടുക്കുന്ന സ്തനങ്ങൾക്ക് വേണ്ടി മാത്രം പ്രത്യേകമായുള്ള ഒരു എക്സ്റേ ടെസ്റ്റാണ്. എന്താണ് മാമോഗ്രാമിന് അൾട്രാസൗണ്ടിനേക്കാളും ഉള്ള പ്രാധാന്യം? രോഗത്തിൻ്റെ ആരംഭദശയിൽ തന്നെ അത് കണ്ടെത്താൻ എന്തുകൊണ്ടാണ് മാമോഗ്രാം കൂടുതൽ മികച്ചു നിൽക്കുന്നത്? കാരണം പലപ്പോഴും ഒരുപാട് കാരണങ്ങളുണ്ടെങ്കിലും പലപ്പോഴും ഈ സ്തനാർബുദം ആരംഭിക്കുമ്പോൾ മുഴയായിട്ടല്ല ആരംഭിക്കുന്നത്. അതിൻ്റെ പ്രാരംഭദശയിൽ മറ്റ് ചില ലക്ഷണങ്ങൾ കാണാറുണ്ട്. ഉദാഹരണം മൈക്രോ കാൽസിഫിക്കേഷൻസ് എന്ന് പറയും. ഇത്തരത്തിലുള്ള വ്യതിയാനങ്ങൾ അൾട്രാസൗണ്ട് സ്കാനിനേക്കാൾ ഉപരിയായിട്ട് മാമോഗ്രാമിലാണ് നമുക്ക് കാണാനും നിർണ്ണയിക്കാനും സാധിക്കുക. അതുകൊണ്ട് ഈ മാമോഗ്രാം ടെസ്റ്റ് 40 വയസ്സ് ആയിട്ടുള്ള സ്ത്രീകളെല്ലാം ഈ ബ്രസ്റ്റിൻ്റെ സ്കാനിങ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു മാമോഗ്രാം ടെസ്റ്റും കൂടി അതിൽ ഉൾപ്പെടുത്തി അൾട്രാസൗണ്ട് സ്കാനിങ്ങിനോടൊപ്പം ചെയ്യേണ്ടതാണ്. ഇനി ആദ്യത്തെ പടിയായി ഹിസ്റ്ററിയും ശരീരപരിശോധനയും കഴിഞ്ഞ് രണ്ടാമത്തെ പടിയായി മാമോഗ്രാം ഉൾപ്പെടെയുള്ള അൾട്രാസൗണ്ട് സ്കാനിങ്ങും കഴിഞ്ഞതിന് ശേഷം മൂന്നാമത്തെ പടിയാണ് സൂചി പരിശോധന അഥവാ നീഡിൽ ബയോപ്സി. നീഡിൽ ബയോപ്സി പൊതുവെ 2 തരമുണ്ട്. ഒന്ന് ഫൈൻ നീഡിൽ ആസ്പിറേഷൻ അഥവാ നേർത്ത ഒരു സൂചി കൊണ്ടുള്ള സൂചി പരിശോധന. വേറൊന്ന് കോർ നീഡിൽ ബയോപ്സി, അല്പം കൂടി വലുപ്പമുള്ള ഒരു നീഡിൽ കൊണ്ട് അഥവാ സൂചി കൊണ്ട് എടുക്കുന്ന ബയോപ്സിക്കാണ് കോർ നീഡിൽ ബയോപ്സി എന്ന് പറയുന്നത്. നമ്മുടെ നാട്ടിൽ സർവ്വസാധാരണമായി വർഷങ്ങളായി കാലങ്ങളായി ഈ ഫൈൻ നീഡിൽ ആസ്പിറേഷൻ അഥവാ നേർത്ത സൂചി കൊണ്ടുള്ള സൂചി പരിശോധനയാണ് നടന്നു വരുന്നത്. പക്ഷേ അതിൽ നമ്മൾ അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നം, ഈ നേർത്ത സൂചി ആയതുകൊണ്ട് തന്നെ നമ്മൾ ഏത് മുഴയിൽ നിന്നാണോ ഇത് പരിശോധനയ്ക്കായി ബയോപ്സി എടുക്കുന്നത് അതിലെ ചില കോശങ്ങൾ മാത്രമേ ആ സൂചിക്കുള്ളിൽ പ്രവേശിക്കുകയുള്ളൂ. അതിനെ മാത്രമേ നമുക്ക് പഠനവിധേയമാക്കാൻ പറ്റുകയുള്ളൂ. എന്നാൽ ഇന്ന് തുടർന്നുള്ള വീഡിയോകളിൽ നമ്മൾ ചർച്ച ചെയ്യും പോലെ സ്തനാർബുദത്തിൻ്റെ ചികിത്സയിൽ ഈ സൂചി പരിശോധനയിൽ നിന്ന് അറിയേണ്ട ഒരുപാട് വിവരങ്ങളുണ്ട്. അതെല്ലാം ഈ വലിപ്പമുള്ള സൂചി വെച്ചുള്ള കോർ നീഡിൽ ബയോപ്സിയിലൂടെ മാത്രമേ സാധ്യമാവുകയുള്ളൂ. അതുകൊണ്ട് മൂന്നാമത്തെ സൂചി പരിശോധന എപ്പോഴും ഒരു കോർ നീഡിൽ ബയോപ്സി ആയിരിക്കുന്നതാണ്
നല്ലത്. ഇത്തരത്തിൽ ഈ 3 പരിശോധനകളും ഇതേ ക്രമത്തിൽ, അതായത് ആദ്യം ഹിസ്റ്ററി ശരീരപരിശോധന, രണ്ടാമത് മാമോഗ്രാം ഉൾപ്പെടെയുള്ള സ്കാനിങ്, മൂന്നാമത് കോർണിയഡിൽ ബയോപ്സി ആയിട്ടുള്ള സൂചി പരിശോധന, ഇത് 3ഉം ഈ ക്രമത്തിൽ ചെയ്താൽ നമുക്ക് ഒരു ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ ഡയഗ്നോസിസ് 99.9% കേസുകളിലും സാധ്യമാണ്. അതുകൊണ്ട് തന്നെ ഈ മുഴ പൂർണ്ണമായും നീക്കം ചെയ്തുകൊണ്ടുള്ള രോഗനിർണയത്തിൻ്റെ ആവശ്യവും വരുന്നില്ല. ഇനി മുഴ നീക്കം ചെയ്തുകൊണ്ടുള്ള രോഗനിർണയം നടത്തിയാൽ തുടർന്നുള്ള ചികിത്സയെ അത് ബാധിക്കാൻ സാധ്യതയുണ്ടോ? ഉണ്ട് എന്നുള്ളതാണ് ഉത്തരം. ഒട്ടനവധി രീതികളിൽ അത് തുടർന്നുള്ള ചികിത്സയെ ബാധിക്കാമെങ്കിലും ഏറ്റവും പ്രധാനപ്പെട്ടവ ഞാൻ ഇനി പറയാൻ പോകുന്നതാണ്. ഒന്നാമത്തേത്, നമ്മൾ ക്യാൻസർ ആണെന്ന് അറിഞ്ഞുകൊണ്ട് ഒരു മുഴ അതിൻ്റെ വേരുകളോടുകൂടി നീക്കം ചെയ്യുന്ന ഒരു ശസ്ത്രക്രിയ അല്ല പലപ്പോഴും രോഗനിർണയത്തിനായി മുഴ നീക്കം ചെയ്യുമ്പോൾ നടക്കുക. അപ്പോൾ ഈ ക്യാൻസറിൻ്റെ വേരുകൾ ഉള്ളിൽ, അംശങ്ങൾ ഉള്ളിൽ, മാറിനുള്ളിൽ അവശേഷിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇത്തരം ശസ്ത്രക്രിയയ്ക്ക് ശേഷം രണ്ടാമതൊരു തുടർ ശസ്ത്രക്രിയയും മിക്കവാറും കേസുകളിൽ ആവശ്യവും വരാറുണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ സ്ഥലം മുഴുവനും നീക്കം ചെയ്യേണ്ട ഒരു സാഹചര്യത്തിലേക്ക് എത്തിച്ചേരാം. അതേസമയം ഇത് സൂചി പരിശോധനയിലൂടെ നിർണയിച്ച് ഒറ്റ സ്റ്റേജിൽ സർജറിക്കായി പ്ലാൻ ചെയ്യുമ്പോൾ ആ ഒരു സർജറിയിലൂടെ തന്നെ പലപ്പോഴും സ്ഥലം നീക്കം ചെയ്യാതെ ആ മുഴയുള്ള ഭാഗം അതിൻ്റെ വേരുകളോടുകൂടി നീക്കം ചെയ്ത് നമുക്കത് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും. രണ്ടാമത്തെ ഒരു വിഷയം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് പലപ്പോഴും ഏർലി സ്റ്റേജിലുള്ള ബ്രസ്റ്റ് ക്യാൻസർ ആണെങ്കിൽ പോലും ആദ്യത്തെ പടിയായിട്ടുള്ള ചികിത്സ ചിലപ്പോൾ ശസ്ത്രക്രിയ ആയിരിക്കില്ല. ചിലപ്പോൾ ആ പേഷ്യൻറ്റിന് ആദ്യത്തെ പടിയായിട്ട് വേണ്ടത് കീമോതെറാപ്പി ആയിരിക്കും. അത് ഏതൊക്കെ പേഷ്യൻസിനാണെന്നുള്ളത് തുടർന്നുള്ള വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ അത്തരം പേഷ്യൻസിന് ആദ്യമേ മുഴ നീക്കം ചെയ്തിട്ട് വരുമ്പോൾ ഈ കീമോതെറാപ്പി തുടങ്ങിയ മരുന്നുകൾ കൊടുക്കുമ്പോൾ അതിന് ട്യൂമറിൽ എന്ത് എഫക്റ്റാണ് ഉണ്ടാകുന്നത് എന്ന് തിരിച്ചറിയാനുള്ള ഒരു അവസരം നമുക്ക് നഷ്ടമാവുകയാണ്. കാരണം ആ ട്യൂമർ മുഴുവനും ആദ്യത്തെ ഘട്ടത്തിൽ തന്നെ നമ്മൾ നീക്കം ചെയ്തു. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന കീമോതെറാപ്പിയും മറ്റു മരുന്നുകളും ഫലിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് അറിയാനുള്ള അവസരം നഷ്ടമാകുന്നു. അപ്പോൾ ഈ പറഞ്ഞ കാരണങ്ങളും ഉള്ളതുകൊണ്ട് തീർച്ചയായും ശരിയായ രോഗനിർണയത്തിന് ട്രിപ്പിൾ ടെസ്റ്റ് എന്നുള്ള ആ ഒരു ഡയഗ്നോസിസ് എല്ലാവരും ഓർമ്മയിൽ വെക്കുന്നത് നന്നായിരിക്കും. ഈ പറഞ്ഞ വിഷയങ്ങളിൽ നിങ്ങൾക്ക് തുടർന്ന് സംശയങ്ങളുണ്ടെങ്കിൽ താഴെ പറയുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്.